നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിലെ ഒരു പോർഷൻ. ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് എന്ന ചാപ്റ്റർ ഇല്ലേ, അതിലെ കുറച്ച് പോർഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. അപ്പൊ നമ്മള് ഓർഗാനിക് കെമിസ്ട്രി ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സിലെ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു പോർഷൻ ആണ് ഇപ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്വാളിറ്റേറ്റീവ് അനാലിസിസില് രണ്ട് തരത്തിലുള്ള അനാലിസിസ് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഉണ്ട്. നിങ്ങൾ രാവിലെ ഇതൊക്കെ ചെയ്യും കേട്ടോ. എന്താണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ഒരു വസ്തുവിന്റെ വസ്തു എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് തന്നിട്ട് പറയണം, അത് എന്താണെന്ന് കണ്ടുപിടിച്ചോണ്ടിരാൻ പറയണം. എന്താണെന്ന് ഇപ്പൊ സൾഫർ ആണോ, കാർബൺ ഉണ്ടോ, അതിൽ നൈട്രജൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറയണം. അത് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. അത് നമ്മൾ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്നാണ് വിളിക്കുന്നത്. അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസും ഉണ്ട്, ക്വാളിറ്റേറ്റീവ് അനാലിസിസും ഉണ്ട്. ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് വെച്ചാൽ സബ്സ്റ്റൻസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നു. ഓരോന്നിന്റെയും ക്വാണ്ടിറ്റി എത്ര ക്വാണ്ടിറ്റിയിലാണ് ഉള്ളതെന്ന് മെഷർ ചെയ്യുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. ഓക്കെ, അതിൽ നമുക്ക് നോക്കാം എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ പ്രധാനമായിട്ട് വരുന്നത്. ആദ്യം ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു വസ്തുവിൽ കാർബൺ ഉണ്ടോ, സൾഫർ ഉണ്ടോ, ഹൈഡ്രജൻ ഉണ്ടോ, ഓക്സിജൻ ഉണ്ടോ, ഫോസ്ഫറസ് ഉണ്ടോ എന്നൊക്കെ ടെസ്റ്റിംഗ് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതാണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. അതിൽ ആദ്യത്തെ നമുക്ക് പഠിക്കാനുള്ളത് കാർബണും ഹൈഡ്രജനും. ഒരു കോമ്പൗണ്ട്, ഒരു ഓർഗാനിക് കോമ്പൗണ്ട് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതിൽ കാർബണും ഹൈഡ്രജനും ഉണ്ടെന്ന് എങ്ങനെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം? അത് എളുപ്പമാണ്. നിങ്ങൾക്ക് കാർബണും ഓർഗാനിക് കോമ്പൗണ്ട് ആകുമ്പോൾ എന്തായാലും അതിൽ കാർബണും ഹൈഡ്രജനും കാണുമല്ലോ. കാർബണും ഹൈഡ്രജനും ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോമ്പൗണ്ട് എടുക്കുക. ആ കോമ്പൗണ്ട് എടുത്ത് കോപ്പർ ടു ഓക്സൈഡുമായിട്ട് ഹീറ്റ് ചെയ്യുക. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ കാർബൺ ഉണ്ടോ ഹൈഡ്രജൻ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഓർഗാനിക് കോമ്പൗണ്ടിൽ നമ്മൾ കോപ്പർ ടു ഓക്സൈഡുമായിട്ട് ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുമ്പോൾ കാർബൺ ഉണ്ടെങ്കിൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് അവിടെ നിന്ന് വരും. ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അത് കോപ്പർ ഓക്സൈഡുമായിട്ട് ചേർന്നിട്ട് വാട്ടർ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ നോക്കുക, കാർബൺ ഉണ്ടെങ്കിൽ കാർബൺ പ്രസന്റ് കോമ്പൗണ്ട് ഈസ് ഓക്സിഡൈസ്ഡ് ടു കാർബൺ ഡൈ ഓക്സൈഡ്. ആ വന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് ഉറപ്പാണെങ്കിൽ അവിടെ കാർബൺ ആയിരിക്കുമല്ലോ ഉള്ളത്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ആണോ വന്നല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് ആണോ അല്ലയോ വന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇതിനെ സ്ലേക്കഡ് ലൈം എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ലൈം വാട്ടറിലോട്ട് പാസ് ചെയ്യും. അപ്പോൾ ലൈം വാട്ടർ മിൽക്കി കളർ ആവും ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റ്. ചുണ്ണാമ്പ് വെള്ളത്തിനെ പാൽ നിറമാക്കാൻ കഴിയുന്ന ഗ്യാസ് എന്ന് പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിന് മാത്രമേ ഉള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് ഏതോ ഒരു കോമ്പൗണ്ടിനെ കോപ്പർ ഓക്സൈഡുമായിട്ട് ചേർത്ത് ഹീറ്റ് ചെയ്തപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കിട്ടിയതെങ്കിൽ ആ കോമ്പൗണ്ടിൽ എന്തുണ്ട്, കാർബൺ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പറഞ്ഞത് മനസ്സിലായല്ലോ? ഒരു കോമ്പൗണ്ടിൽ കാർബൺ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. ഇനി കാർബൺ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി എങ്ങനെ നമ്മൾ തിരിച്ചറിയും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായല്ലോ? ഇനി ഹൈഡ്രജൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഹൈഡ്രജൻ നമ്മൾ കോപ്പർ ഓക്സൈഡ്, ആ ഓർഗാനിക് കോമ്പൗണ്ട്, ഹൈഡ്രജൻ ഉള്ള ഓർഗാനിക് കോമ്പൗണ്ടിനെ കോപ്പർ ഓക്സൈഡുമായിട്ട് ചേർത്ത് ഹീറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് വാട്ടർ കിട്ടും. ഈ വാട്ടർ ആണോ ഉണ്ടായെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കരുത്. കാരണം കള്ള വാട്ടർ പോലെ ഇരിക്കുന്ന സാധനം ചിലപ്പോൾ ആസിഡും ആവാം, ആൽക്കലിയൊക്കെ ആവാം. അതൊന്നും നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് വാട്ടർ ആണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ കോപ്പർ സൾഫേറ്റിലോട്ട് ചേർത്ത് കൊടുക്കും. വൈറ്റ് കളർ കോപ്പർ സൾഫേറ്റിലോട്ട് ആഡ് ചെയ്യും. കോപ്പർ സൾഫേറ്റിന് നീല നിറം കിട്ടണമെങ്കിൽ അതിൽ വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിലേ നീല നിറം വരത്തുള്ളൂ. അപ്പോൾ വാട്ടർ കണ്ടന്റ് ഇല്ലാത്ത പ്യുവർ ആയിട്ടുള്ള അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റിലോട്ട് ചേർക്കും. അൺഹൈഡ്രസ് വാട്ടർ കണ്ടന്റ് ഇല്ലാത്ത കോപ്പർ സൾഫേറ്റിലോട്ട് ആ ഉണ്ടായ വാട്ടറിനെ ചേർക്കും. വാട്ടറിനെ ചേർക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? CuSO4.5H2 എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടും. അതിനെന്ത് കളറാണ്? ബ്ലൂ കളറാണ്. മനസ്സിലായോ? ആ ബ്ലൂ കളർ, അപ്പോ കോപ്പർ സൾഫേറ്റിന്റെ കൂടെ ഏതാ ഒരു കോമ്പൗണ്ട് ചേർത്തപ്പോ ബ്ലൂ കളർ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉണ്ടായ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഏതാണ്? കോപ്പർ സൾഫേറ്റ് 5H2 ആണ്. കോപ്പർ സൾഫേറ്റ് ചേർന്നത് ആര് തന്നെ ആവണം? വാട്ടർ ആയേ പറ്റത്തുള്ളൂ. അപ്പൊ വാട്ടർ ആണ് ഉണ്ടായതെങ്കിൽ, ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ കാർബൺ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി കോപ്പർ ഓക്സൈഡ് ചേർത്ത് ചൂടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വരും. അത് ഉണ്ടായത് കാർബൺ ഡൈ ഓക്സൈഡ് തന്നെ തെളിയിക്കാൻ വേണ്ടി ചുണ്ണാമ്പ് വെള്ളത്തിലോട്ട് പാസ് ചെയ്യുമ്പോൾ അത് പാൽ നിറമാവും. ഇനി ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഹൈഡ്രജൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആ ഓർഗാനിക് കോമ്പൗണ്ടിനെ നമ്മൾ കോപ്പർ ഓക്സൈഡ് ചേർത്ത് ചൂടാക്കുമ്പോൾ വെള്ളം ഉണ്ടാവും. ആ വെള്ളം കോപ്പർ സൾഫേറ്റ്, നിറമില്ലാത്ത കോപ്പർ സൾഫേറ്റിനെ ബ്ലൂ കളർ കോപ്പർ സൾഫേറ്റ് ആക്കി മാറ്റും.
അപ്പൊ അത് മനസ്സിലായല്ലോ. ഇനി ഏതെങ്കിലും നൈട്രജനോ സൾഫറോ ഹാലജൻസോ ഇതൊക്കെ ഏതെങ്കിലും ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഓർഗാനിക് കോമ്പൗണ്ട് എടുത്ത് നമുക്ക് ഡയറക്റ്റ് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിനു മുമ്പ് നമ്മൾ ലാസൈനീസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നടത്തണം. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന സൊല്യൂഷൻ എടുത്താണ് നമ്മൾ ഈ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ ഹൈഡ്രജൻ ഉണ്ടോ, കാർബൺ ഉണ്ടോ, നൈട്രജൻ ഉണ്ടോ, ഹൈഡ്രജൻ അല്ല നൈട്രജൻ ഉണ്ടോ, സൾഫർ ഉണ്ടോ, ഹാലജൻ ഉണ്ടോ, ഫോസ്ഫറസ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ എന്താണ് ലാസൈനീസ് ടെസ്റ്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടിനെ സോഡിയവുമായിട്ട് ചേർത്ത് ഹീറ്റ് ചെയ്യും. നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് സോഡിയവുമായിട്ട് ചേർത്ത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിൽ ഹാലജൻ ഉണ്ടെങ്കിൽ, ഹാലജൻ എന്ന് പറയുമ്പോൾ ഏതാണ്, X2 ആണ്, Cl2Br2. ഇത് നമ്മുടെ സോഡിയവുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ, സോഡിയവുമായിട്ട് ചേർത്ത് ചൂടാക്കുമ്പോൾ സോഡിയവുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ NaX ആവും. സോഡിയവുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ എന്താവും, NaX ആവും, NaX ആവും. ഓക്കെ. ഇനി നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടില് സൾഫർ ഉണ്ടെന്ന് വെച്ചോ. നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് സൾഫർ ഉണ്ടെങ്കിൽ സോഡിയം ചേർത്ത് ചൂടാക്കുമ്പോൾ, സോഡിയം ചേർത്ത് ചൂടാക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ഇവിടെ Na2S കിട്ടും, സോഡിയം സൾഫൈഡ് കിട്ടും. ഇനി നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടില് നൈട്രജൻ ഉണ്ടെങ്കിൽ, ഓർഗാനിക് കോമ്പൗണ്ടിൽ നൈട്രജൻ സൾഫർ ഉണ്ടെങ്കിൽ പല പല കോമ്പൗണ്ടുകൾ കിട്ടും. അപ്പോൾ ഈ ഓർഗാനിക് കോമ്പൗണ്ടില് ഏതൊക്കെ എലമെന്റ് ഉണ്ടോ അതൊക്കെ ആദ്യം നമ്മൾ സോഡിയം ചേർത്ത് ചൂടാക്കിയിട്ട് പുതിയ കുറച്ച് കോമ്പൗണ്ടുകൾ ഉണ്ടാക്കും. ഈ കോമ്പൗണ്ടുകൾ ഉപയോഗിച്ച് പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടിൽ നൈട്രജൻ ഉണ്ടെന്ന് വെച്ചോ, നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിൽ നൈട്രജൻ ഉണ്ടെന്ന് വെച്ചോ, അത് സോഡിയവുമായിട്ട് ചേർത്ത് ഹീറ്റ് ചെയ്യുമ്പോൾ സോഡിയം, നൈട്രജനും അതുപോലെ തന്നെ ഓർഗാനിക് കോമ്പൗണ്ട് ആകുമ്പോൾ കാർബൺ എന്തായാലും കാണുമല്ലോ, കാർബണുമായിട്ടും കൂടെ ചേർന്ന് NaCN എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവും. NaCN, സോഡിയം സയനൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവും. ഓർത്തോളുക, നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടില് നൈട്രജൻ, സൾഫർ, ഹാലജൻ അതേപോലെ തന്നെ ഫോസ്ഫറസ് ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ ഡയറക്റ്റ് എടുത്ത് ടെസ്റ്റ് ചെയ്യില്ല. അതിനു മുമ്പ് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടിനെ എന്ത് ടെസ്റ്റ് നടത്തും, ലാസൈനീസ് ടെസ്റ്റ് നടത്തും. ലാസൈനീസ് ടെസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് സോഡിയം മെറ്റലുമായിട്ട് ചേർത്ത് ഹീറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്, ലാസൈനീസ് ടെസ്റ്റ്. എന്നിട്ട് ആ ടെസ്റ്റിന്റെ ഫലമായി കിട്ടുന്ന സൊല്യൂഷൻ, ആ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. സോഡിയവുമായി ചേർത്ത് ചൂടാക്കി ഉണ്ടാക്കിയ എക്സ്ട്രാക്ട്. ആ എക്സ്ട്രാക്ട് അല്ലെങ്കിൽ ആ സൊല്യൂഷൻ എടുത്തിട്ടാണ് നമ്മൾ പിന്നെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നൈട്രജൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എടുക്കും. എന്നിട്ട് അതിനെ അയൺ 2 സൾഫേറ്റ് അല്ലെങ്കിൽ ഫെറസ് സൾഫേറ്റും കോൺസെൻട്രേറ്റഡ് H2SO4 ചേർക്കും. പറഞ്ഞ മനസ്സിലായല്ലോ. ഒരു കോമ്പൗണ്ടിൽ നൈട്രജൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി, നമ്മൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എടുക്കും. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എന്ന് വെച്ചാൽ എന്താ, ഓർഗാനിക് കോമ്പൗണ്ടിനെ സോഡിയവുമായിട്ട് ചേർത്ത് ഉരുക്കി ഉണ്ടാക്കുന്ന കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എടുത്തിട്ട് അതിനെ ഫെറസ് സൾഫേറ്റുമായിട്ട് ചേർത്ത് അയൺ 2 സൾഫേറ്റ് അല്ലെങ്കിൽ ഫെറസ് സൾഫേറ്റും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് ചേർത്ത് ചൂടാക്കുന്ന സമയത്ത് ഒരു പ്രഷ്യൻ ബ്ലൂ കളർ എന്ന് വെച്ചാൽ ഒരു സ്കൈ ബ്ലൂ കളർ, അതിനേക്കാൾ കുറച്ചുകൂടെ നല്ല വെട്ടമുള്ള ഒരു ബ്ലൂ കളർ ഉണ്ട്. പ്രഷ്യൻ ബ്ലൂ കളറാണ് ഉണ്ടാവണമെങ്കിൽ അത് ആ കോമ്പൗണ്ടിൽ എന്തുണ്ട് എന്ന് ഉറപ്പിക്കാം, നൈട്രജൻ ഉണ്ട് എന്ന് ഉറപ്പിക്കാം. ക്ലിയർ അല്ലേ? ഇനി അപ്പോൾ ഒരു കോമ്പൗണ്ടിൽ നൈട്രജൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. നൈട്രജൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അതിനെ നമ്മൾ ആദ്യം സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റുമായിട്ട് ചേർത്ത് എന്ത് ചെയ്യും, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റുമായിട്ട് ചേർത്ത് ഹീറ്റ് ചെയ്യും അല്ലെ. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റുമായിട്ട് ചേർത്ത് ഹീറ്റ് ചെയ്യും. അയൺ 2 സൾഫേറ്റും സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റും അതുപോലെ തന്നെ എന്താണ്, അയൺ 2 സൾഫേറ്റും സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റും കൂടെ ചേർത്ത് ചൂടാക്കുമ്പോൾ ഫെറസ് സൾഫേറ്റും കൂടെ, അയൺ 2 സൾഫേറ്റ് അല്ലെങ്കിൽ ഫെറസ് സൾഫേറ്റ് ഓർഗാനിക് കോമ്പൗണ്ടും സൾഫ്യൂരിക് ആസിഡും ചേർത്ത് ചൂടാക്കുമ്പോൾ പ്രഷ്യൻ ബ്ലൂ കളറാണ് ഉണ്ടാവണമെങ്കിൽ അവിടെ എന്തുണ്ട്, നമ്മുടെ നൈട്രജൻ ഉണ്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ. ഇനി
നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടില് സോഡിയം, നമ്മുടെ നേരത്തെ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിൽ നമ്മൾ എന്താ ചെയ്തത്? സോഡിയവും അതേപോലെ തന്നെ നമ്മുടെ സോഡിയവും നമ്മുടെ കാർബൺ ലാസൈനീസ് ടെസ്റ്റ് നടത്തിയ സമയത്ത് ലാസൈനീസ് ടെസ്റ്റ് നടത്തിയാണ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കുന്നത്. സോഡിയം നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിൽ നൈട്രജൻ ഉണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ സോഡിയവും കാർബണും അതേപോലെ തന്നെ നൈട്രജനോട് ചേർത്ത് ഹീറ്റ് ചെയ്ത് എന്തുണ്ടാക്കും? NaCN എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാക്കും. NaCN എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവും. NaCN ഏതൊക്കെ അയോൺസ് ഉണ്ട്? ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ അയോൺസ് ഉണ്ട്? Na+ ഉണ്ട്, Cn- ഉണ്ട്. ഈ Cn- നമ്മുടെ ഫെറസ് സൾഫേറ്റിലെ Fe2+ അയോണുകളുമായി പ്രവർത്തിച്ച് FeCN6 4- എന്ന് പറയുന്ന ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ടാവും. ഈ FeCN6 4- എന്ന് പറയുന്ന കോർഡിനേഷൻ കോമ്പൗണ്ട് ഫെറസ് സൾഫേറ്റ് ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിൽ Fe3+ അയോണുകൾ നമ്മുടെ സൊല്യൂഷനിൽ കാണും. അതുമായിട്ടും വാട്ടറുമായും പ്രവർത്തിച്ച് Fe4FeCN6 എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ട് ഉണ്ടാവും. ഈ ഒരു കോമ്പൗണ്ട് ഉണ്ടാവുന്നത് കൊണ്ടാണ് അവിടെ എന്ത് കളർ വരുന്നത്? റഷ്യൻ ബ്ലൂ കളർ വരുന്നത്. അപ്പൊ ഓർത്ത് വെച്ചേക്കുക, നമ്മുടെ കോമ്പൗണ്ട് ആദ്യം നമ്മൾ എന്ത് ചേർക്കൂടെ? സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എടുക്കും. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിൽ Na+Cn- ഉണ്ട്. ഇതിലുള്ള Cn- അയോണുകളിലേക്കാണ് നമ്മൾ ഫെറസ് സൾഫേറ്റിൽ Fe2+ അയോണുകൾ Fe3+ അയോണുകൾ ആസിഡിന്റെ പ്രസൻസിൽ ആഡ് ചെയ്യുമ്പോൾ അതൊരു കോമ്പൗണ്ട് ആവും. ഈ കോമ്പൗണ്ടിനാണ് എന്ത് കളർ എന്ന് പറയുന്നത്? റഷ്യൻ ബ്ലൂ കളർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സൾഫറിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? സൾഫറിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എടുത്തിട്ട് അതിന് അസറ്റിക് ആസിഡ് ലെഡ് അസറ്റേറ്റ് ഒഴിച്ച് ചൂടാക്കുമ്പോൾ ബ്ലാക്ക് കളർ പ്രസിപ്പിറ്റേറ്റ് വരും. സൾഫറിനെ എന്താണ് സൾഫർ ചൂടാക്കണമെങ്കിൽ നമ്മൾ എന്തെടുക്കണം? സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എടുക്കുക. സൾഫർ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എടുക്കുക. സോഡിയം ഓർഗാനിക് കോമ്പൗണ്ട് ചേർത്ത് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന എക്സ്ട്രാക്റ്റിനെ വിളിക്കുന്ന പേരാണ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. അതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിലോട്ട് അസറ്റിക് ആസിഡ് ലെഡ് അസറ്റേറ്റ് ആഡ് ചെയ്യുമ്പോൾ ഒരു ബ്ലാക്ക് കളർ പ്രസിപ്പിറ്റേറ്റ് വരും. കാരണം നമ്മുടെ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിലെ S2- അയോണുകൾ കാണും. ഇത് ലെഡ് അസറ്റേറ്റിലെ Pb2+ഉമായിട്ട് പ്രവർത്തിച്ച് PbS എന്ന് പറയുന്ന ബ്ലാക്ക് കളർഡ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുന്നത് കൊണ്ടാണ് ആ കോമ്പൗണ്ടിൽ എന്തുണ്ട് എന്ന് പറയുന്നത്? സൾഫർ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചോളുക, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റും ലെഡ് അസറ്റേറ്റ് അസറ്റിക് ആസിഡ് ചേർക്കുമ്പോൾ ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ ആ കോമ്പൗണ്ടിൽ എന്തുണ്ട്? സൾഫർ ഉണ്ട്. ഇനി സൾഫർ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി വേറൊരു ടെസ്റ്റ് ഉണ്ട്. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് അല്ലെങ്കിൽ സൾഫൈഡ് അയണുകളുള്ള സൊല്യൂഷൻ സോഡിയം നൈട്രോപ്രൊസൈഡ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. സോഡിയം വെളിയിൽ ഉണ്ടായിരുന്നു, ആ സോഡിയം എഴുതിയിട്ടില്ല, റിയാക്ട് ചെയ്യുന്ന ഭാഗം മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് അല്ലെങ്കിൽ S2- അയോണുകൾ, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് S2- അയോണുകൾ സോഡിയം നൈട്രോപ്രൊസൈഡ് സൊല്യൂഷൻ സോഡിയം നൈട്രോപ്രൊസൈഡ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കും. ആ കോമ്പൗണ്ടിന് എന്ത് കളറാണ്? വയലറ്റ് കളറാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് വെച്ചിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് എന്താണ് ഇവിടത്തെ പോലെ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിൽ ലെഡ് അസറ്റേറ്റ് അസറ്റിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ അതിലുള്ള S2- അയൺ Pb2+ വരെ ചേർന്ന് PbS ആവാം. അല്ലെങ്കിൽ ഇതിലോട്ട് നമ്മൾ സോഡിയം നൈട്രോപ്രൊസൈഡ് സൊല്യൂഷൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ വയലറ്റ് കളർ ഉണ്ടാവുന്നെങ്കിൽ അവിടെ എന്തുണ്ടേ? നമ്മുടെ കോമ്പൗണ്ടില് S2- അല്ലെങ്കിൽ സൾഫൈഡ് അയണുകൾ ഉണ്ട്. ഇനി നമ്മുടെ കോമ്പൗണ്ടിൽ ഹാലജൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി, ഹാലജൻ എന്ന് പറയുമ്പോൾ ആരൊക്കെ ഒരു ഫ്ലൂറിൻ സാധനം ടെസ്റ്റ് വഴി കണ്ടുപിടിക്കാൻ പറ്റില്ല. ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. നമ്മുടെ കോമ്പൗണ്ടിൽ ക്ലോറിനോ ബ്രോമിനോ അയഡിനോ ഉണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റും നൈട്രിക് ആസിഡും കൂടെ ചേർത്തിട്ട് അതിൽ സിൽവർ നൈട്രേറ്റ് ഒഴിക്കും. എന്താ പറഞ്ഞത്? സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റും അതുപോലെ തന്നെ നൈട്രിക് ആസിഡും സിൽവർ നൈട്രേറ്റ് ഇത് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റും നൈട്രിക് ആസിഡ് ചൂടാക്കിയിട്ട് അതിൽ സിൽവർ നൈട്രേറ്റ് 1-2 ഡ്രോപ്പ് ഒഴിക്കുമ്പം വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് ഉണ്ടാവുന്നത്. സോലുബിൾ ഇൻ അമോണിയം ഹൈഡ്രോക്സൈഡ്. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അമോണിയം ഹൈഡ്രോക്സൈഡ് ഒഴിക്കുമ്പോൾ ലയിച്ചു പോകുന്നു എങ്കിൽ അതിനകത്ത് നമ്മുടെ എന്തുണ്ടെന്ന് മനസ്സിലാക്കാം? ക്ലോറിൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുന്നത്. സ്പാരിംഗ്ലി സോലുബിൾ ഇൻ അമോണിയം ഹൈഡ്രോക്സൈഡ്. അതായത് അമോണിയം ഹൈഡ്രോക്സൈഡ് കുറച്ച് മാത്രം ഡിസോൾവ് ആവുന്ന ഒരു മഞ്ഞ കളർ പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ ദാറ്റ് കൺഫേം ദ പ്രസൻസ് ഓഫ് ബ്രോമിൻ. ഇനി നമുക്ക് ഈ ഒരു പരീക്ഷണം ചെയ്യുന്ന സമയത്ത്, ഈ ഒരു പരീക്ഷണം സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റും അതുപോലെ തന്നെ നൈട്രിക് ആസിഡും സിൽവർ നൈട്രേറ്റ് ചേർത്ത് ചൂടാക്കുന്ന സമയത്ത് ഹാലൈഡ് അയോണുകളും സിൽവർ അയോണുകളുമായിട്ട് ചേരുകയാണെങ്കിൽ എന്ത് കിട്ടും? നമുക്ക് സിൽവർ ഹാലൈഡുകൾ കിട്ടും, AgX കിട്ടും. അതാണ് എന്തെന്ന് പറയുന്നത്? വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, യെല്ലോ പ്രസിപ്പിറ്റേറ്റ് എന്നൊക്കെ പറയുന്നത്.
അപ്പൊ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിനെ നമ്മൾ നൈട്രിക് ആസിഡുമായി ചേർത്ത് സിൽവർ നൈട്രേറ്റ് ഒഴിക്കുമ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് സോലുബിൾ ഇൻ അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ് കിട്ടുന്നതെങ്കിൽ ക്ലോറിൻ ഉണ്ട്. യെല്ലോ പ്രസിപ്പിറ്റേറ്റ് സ്പാരിംഗ്ലി സോലുബിൾ ഇൻ അമോണിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ ബ്രോമിൻ ഉണ്ട്. യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഇൻസോലുബിൾ ഇൻ അമോണിയം ഹൈഡ്രോക്സൈഡ് ഒരിക്കലും ഡിസോൾവ് ആവാത്ത മഞ്ഞ കളർ പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ അതിൽ എന്തുണ്ട്? അയഡിൻ ഉണ്ട്. നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ ജനറൽ ഇക്വേഷൻ ആണിത്. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിലെ എക്സ് മൈനസ് അയനുകളുണ്ട്, സിൽവർ നൈട്രേറ്റിലെ എജി പ്ലസ് അയനുകളുണ്ട്. അത് രണ്ടോട് ചേർന്ന് എന്തായിട്ട് മാറും? എജി എക്സ് ആയിട്ട് മാറും. ഇനി ഫോസ്ഫറസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിനെ ഡയറക്റ്റ് എടുത്ത് സോഡിയം പെറോക്സൈഡുമായിട്ട് ഹീറ്റ് ചെയ്യാം. ഫോസ്ഫറസ് പ്രസന്റ് ഇൻ ദ കോമ്പൗണ്ട് ഈസ് ഓക്സിഡൈസ്ഡ് ടു ഫോസ്ഫേറ്റ്. കോമ്പൗണ്ടിലുള്ള ഫോസ്ഫറസ് ആദ്യം എന്താവും? ഫോസ്ഫേറ്റ് ആവും. എന്നിട്ട് അതിന് നമ്മൾ നൈട്രിക് ആസിഡിന്റെ പ്രസന്റ് ചൂടായി കഴിഞ്ഞാൽ അമോണിയം മോളിബ്ഡേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ആവും. ഒരു ഒരു യെല്ലോ കളർ പ്രസിപ്പിറ്റേറ്റ് ആണ് എന്ന് പറയുന്നത് അമോണിയം മോളിബ്ഡേറ്റ് എന്ന് പറയുന്നത്. അതായത് ഫോസ്ഫറസ് ഉള്ള കോമ്പൗണ്ട് എടുക്കും. ഇപ്പൊ Na3PO4 ഫോസ്ഫറസ് ഉള്ള കോമ്പൗണ്ട് ആണ്. അതിനെ നമ്മൾ നൈട്രിക് ആസിഡുമായിട്ട് ചേർക്കുമ്പോൾ H3PO4 NaNO3 കിട്ടും. ഈ H3PO4നെ അമോണിയം മോളിബ്ഡേറ്റ് സൊല്യൂഷനും അതുപോലെ തന്നെ നൈട്രിക് ആസിഡുമായിട്ട് ചേർത്ത് ചൂടായി കഴിഞ്ഞാൽ അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റ് കിട്ടും. ഈ അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കോമ്പൗണ്ട് യെല്ലോ കളർ അല്ലെങ്കിൽ യെല്ലോ കളർ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായി എന്നർത്ഥം. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ യെല്ലോ കളർ പ്രസിപ്പിറ്റേറ്റ്, അതായത് നമ്മുടെ കോമ്പൗണ്ടിലേക്ക് സോഡിയം പെറോക്സൈഡ് അതുപോലെ തന്നെ എന്താണ് നൈട്രിക് ആസിഡ് അമോണിയം മോളിബ്ഡേറ്റൂടെ ആഡ് ചെയ്യുമ്പോൾ അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ടാവുന്നുവെങ്കിൽ അതിന് ആ ടെസ്റ്റ് ട്യൂബിനകത്തൊരു മഞ്ഞ കളറോ മഞ്ഞ പ്രസിപ്പിറ്റേറ്റോ ദൃശ്യമാവും. അപ്പൊ നമുക്ക് പറയാം നമ്മുടെ കോമ്പൗണ്ടിൽ എന്തുണ്ട് എന്ന്? ഫോസ്ഫറസ് ഉണ്ട് എന്ന്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. എന്താ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് വെച്ചാൽ ഒരു സബ്സ്റ്റൻസിന്റെ അളവ് ഒരു കോമ്പൗണ്ടിൽ എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞിരുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. അതിൽ നമുക്ക് ആദ്യം കാർബണിന്റെ ഹൈഡ്രജന്റെ അളവ് എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഒരു നീളമുള്ള ഒരു ഭാഗം കാണാൻ കഴിയും അല്ലേ? ഇതാണ് അതിന്റെ അറേഞ്ച്മെന്റ്. എങ്ങനെയാണ് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിലെ ഹൈഡ്രജന്റെ പെർസെന്റേജും കാർബണിന്റെ പെർസെന്റേജും ഒക്കെ കണ്ടുപിടിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം ആ ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ ഒരു വലിയ കോപ്പർ വയർ ഉണ്ട്, ട്യൂബ് ഉണ്ട്. അതിന്റെ നടുക്കായിട്ട് എന്ത് വയ്ക്കുക? ഒരു കോപ്പർ ഗോജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ഥലമുണ്ട്, ഒരു ഡിപ്രഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ കോപ്പർ ഗേജ്, കോപ്പർ കൊണ്ടുണ്ടാക്കിയ ഒരു ഗേറ്റ്, അങ്ങനെയുള്ളൂ, വേറെ മീനിങ് ഒന്നുമില്ല. ഇവിടെ ഇതിനുള്ളിൽ ഒരു ഫർണസ് ഉണ്ട്. ഈ ഫർണസിനുള്ളിൽ നമ്മുടെ ഫർണസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ചൂടാണ്. അപ്പൊ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടിനെ നമ്മൾ ഇതിനകത്തോട്ട് കയറ്റി ചൂടാക്കും. കോപ്പർ ഓക്സൈഡിന്റെ പ്രസൻസിൽ കോപ്പർ, ഈ പ്ലാറ്റിനുള്ള കോപ്പർ അല്ലേ, ഇതിനകത്ത് ഈ സാമ്പിളിനെ നമ്മൾ ഇതിനകത്തോട്ട് സ്പ്രേ ചെയ്യും. ഇതിനകത്തോട്ട് ഫർണസിനകത്തോട്ട് സ്പ്രേ ചെയ്യുമ്പോൾ ഫർണസിനകത്ത് കിടന്ന് കിടന്ന് കോപ്പർ ഓക്സൈഡ് കാർബണിനെല്ലാം കാർബൺ ഡൈ ഓക്സൈഡ് ആകും, ഹൈഡ്രജനെല്ലാം വാട്ടർ ആകും. അപ്പൊ ഈ ഫർണസിനകത്ത് കിടന്ന് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് കാർബൺ ഉണ്ടെങ്കിൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ഹീറ്റ് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വരും. ഇനി അഥവാ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഹീറ്റ് ചെയ്യുമ്പോൾ വാട്ടർ വെളിയിൽ വരും. ഓക്കെ, അത് ഈ കുഴൽ വഴി വെളിയിലോട്ട് വരും. ഞാൻ പറഞ്ഞത് മനസ്സിലായ? ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ കാർബൺ എത്ര പെർസെന്റേജ് ഉണ്ട്, ഹൈഡ്രജൻ എത്ര പെർസെന്റേജ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഒരു വലിയ പ്ലാറ്റിനത്തിന്റെ വയർ എടുത്തിട്ട് അതിനകത്ത് നമ്മൾ പ്ലാറ്റിനം അല്ല, കോപ്പറിന്റെ ഒരു വലിയ സ്ട്രിപ്പ് എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ പ്ലാറ്റിനം പാത്രത്തിലെടുത്ത് സാമ്പിൾ ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ചൂട് പിടിക്കുകയും കോപ്പർ ഓക്സൈഡുമായി ചേർന്ന് പ്രസൻസിൽ ഓർഗാനിക് കോമ്പൗണ്ടിൽ നിന്ന് ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും വരും. എത്രത്തോളം വാട്ടർ വരുന്നു അത്രത്തോളം ഹൈഡ്രജൻ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിൽ ഉണ്ട് എന്നർത്ഥം. ഇവിടെ നിന്ന് എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരുന്നു അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അത്രത്തോളം കാർബൺ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിൽ ഉണ്ട്. എന്നിട്ട് ഇവിടെ രണ്ട് യു ഷേപ്ഡ് ട്യൂബ് വെച്ചിട്ടുണ്ട്, കണ്ടോ? ഈ യു ഷേപ്ഡ് ട്യൂബിൽ മഗ്നീഷ്യം പെർക്ലോറേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ടും അടുത്ത യു ഷേപ്ഡ് ട്യൂബിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനും എടുത്ത് വെച്ചിട്ടുണ്ട്. മഗ്നീഷ്യം പെർക്ലോറേറ്റ് അല്ലെങ്കിൽ മഗ്നീഷ്യം പെർക്ലോറൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കാൽഷ്യം ക്ലോറൈഡ് ആൻഡ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഇൻക്രീസ് എന്താണ്? ഇതിപ്പം ഇത് കാൽഷ്യം ക്ലോറൈഡ് ആണ് കേട്ടോ, കാൽഷ്യം ക്ലോറൈഡ് ആണ്. ഇവിടെ എഴുതിയത് മിസ്റ്റേക്ക് ആണ്. ഇവിടെ ഈ CaCl2 ആയിരുന്നു ഇവിടെ വരേണ്ടത്. അതായത് ഒരു യു ഷേപ്ഡ് ട്യൂബിൽ കാൽഷ്യം ക്ലോറൈഡ് എടുക്കും. അപ്പൊ നമ്മളെ കോമ്പൗണ്ടിലുള്ള ഫുള്ള് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് പുറത്തേക്ക് വരുമ്പം ഈ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ, അതായത് ഞാൻ
മെറ്റൽ നമുക്ക് തന്നിരിക്കുന്ന, ഒന്നുകൂടെ ഞാൻ പറയാം, നമുക്ക് തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിലെ കാർബണിന്റെ അല്ലെങ്കിൽ ഹൈഡ്രജന്റെ അളവ് കണ്ടുപിടിക്കാൻ പറയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഫർണസിനകത്തോട്ട് കാർബണും ഹൈഡ്രജനുള്ള കോമ്പൗണ്ട് കയറ്റി വെച്ച് ചൂടാക്കും. അപ്പൊ കാർബണിന്റെ അളവിന് തുല്യമായ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ട്യൂബ് വഴി ഇങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോഴേക്കും ഇവിടെ ഈ ട്യൂബിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് നിറച്ചു വെച്ചിട്ടുണ്ട്. ആ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങ് പിടിച്ചെടുക്കും. ഇവിടെ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിൽ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അവിടെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത്, കോപ്പർ ഓക്സൈഡ് പ്രസൻസ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഫർണസിന്റെ അകത്ത് നിന്ന് വാട്ടർ വേപ്പർ വരും. ആ വാട്ടർ വേപ്പർ ഇവിടെ ഈ ട്യൂബിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ട്യൂബ് അങ്ങ് ആ വാട്ടറിനെ അബ്സോർബ് ചെയ്തോളും, മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യാൻ അങ്ങോട്ട് പോകില്ല. കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ വെയിറ്റും കൂടിയതായിട്ട് മനസ്സിലാവും, ഇതിന്റെ വെയിറ്റും കൂടിയതായിട്ട് മനസ്സിലാവും. കാരണം ഇവിടെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഉണ്ട്. ഈ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ നമ്മൾ ഇവിടെ ചൂടാക്കി വിടുന്ന ഗ്യാസിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ പിടിച്ചു വെച്ചേക്കും. ഇനി ഈ യൂട്യൂബിന്റെ പ്രത്യേകത എന്താണ്? ഈ ട്യൂബിന്റെയും വെയിറ്റ് കൂടും കുറച്ച് കഴിയുമ്പോൾ. എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ചൂടാക്കി പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ഈ യു ഷേപ്ഡ് ട്യൂബിനുള്ളിൽ പിടിച്ചു വെച്ചേക്കും. അപ്പൊ എത്ര വെയിറ്റ് കൂടിയെന്ന് നമ്മൾ കണ്ടുപിടിക്കും. അതിൽ നിന്ന് നമുക്ക് കാർബണിന്റെ ഹൈഡ്രജന്റെ അളവ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നൈട്രജന്റെ അളവ് കണ്ടുപിടിക്കാനുള്ള രണ്ട് മെത്തേഡ് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന മെത്തേഡാണ് ഡൂമാസ് മെത്തേഡും ജെൽഡാൽസ് മെത്തേഡും. നൈട്രജൻ ഒരു കോമ്പൗണ്ടിൽ പരീക്ഷയ്ക്ക് സ്ഥിരം മാറി മാറി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിന്ന് ചോദിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡൂമാസ് മെത്തേഡ് എന്താണ്? ജെൽഡാൽസ് മെത്തേഡ്. കെ സൈലന്റ് ആണ്. ജെൽഡാൽസ് മെത്തേഡ് എന്താണ്? ഡൂമാസ് മെത്തേഡ്. രണ്ടും നൈട്രജന്റെ അളവ് ഒരു കോമ്പൗണ്ടിൽ എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഡൂമാസ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഇപ്പൊ നമ്മുടെ കോമ്പൗണ്ടിൽ നൈട്രജൻ ഉണ്ടെങ്കിൽ നമ്മൾ കോപ്പർ ഓക്സൈഡുമായിട്ട് ചേർത്ത് ചൂടാക്കുമ്പോൾ നൈട്രജൻ ഗ്യാസ് പുറത്ത് വരും. ഈക്വേഷൻ ഒന്നും പഠിക്കണ്ട. നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിൽ നൈട്രജൻ ഉണ്ടെങ്കിൽ നമ്മൾ കോപ്പർ ഓക്സൈഡുമായിട്ട് ചേർത്ത് ചൂടാക്കുമ്പോൾ ഈ കുഴല് വഴി നൈട്രജൻ ഗ്യാസ് പുറത്തേക്ക് വരും. എന്നിട്ട് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആണ് ഇവിടെ വച്ചേക്കുന്നത്. നൈട്രജൻ ഏറ്റവും മുകളിൽ പോയി നിൽക്കും. എന്തുകൊണ്ടാണ് നൈട്രജൻ മുകളിൽ പോയി നിൽക്കുന്നത്? കാരണം അതിന്റെ ഡെൻസിറ്റി കുറവാണ്. ഡെൻസിറ്റി കുറവായ സാധനങ്ങളൊക്കെ എപ്പോഴും ഉയരങ്ങളിലേ നിൽക്കത്തുള്ളൂ. ഒന്നുകൂടെ പറയാം, ഒരു കോമ്പൗണ്ടിലെ നൈട്രജന്റെ അളവ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പർ ഓക്സൈഡുമായിട്ട് ചേർത്തിട്ട് കോപ്പർ ഓക്സൈഡുമായിട്ട് ചേർത്തിട്ട് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടിനെ ഹീറ്റ് ചെയ്യുക. ഓർഗാനിക് കോമ്പൗണ്ടിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഉള്ള കാർബൺ എല്ലാം കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടും വരും, നൈട്രജൻ എല്ലാം നൈട്രജൻ ഗ്യാസുമായിട്ട് വരും. പക്ഷെ ഈ കുഴലെത്തുമ്പോൾ ഈ നൈട്രജനെ ഇതങ്ങ് പിടിക്കും, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അങ്ങ് അബ്സോർബ് ചെയ്യും. ബാക്കിയുള്ള നൈട്രജൻ അല്ല, കാർബൺ ഡൈ ഓക്സൈഡിനെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പിടിക്കും. ബാക്കിയുള്ള നൈട്രജൻ ട്യൂബിന്റെ മണ്ടയിൽ കയറി നിൽക്കും. അതാണ്ട് റീഡിംഗ് ഉണ്ട്, കണ്ടോ? ആ റീഡിംഗ് മെഷർ ചെയ്തിട്ട് നമുക്ക് അവിടെ എത്ര നൈട്രജൻ ആണ് ആ കോമ്പൗണ്ടിലുള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിയും. ഈ സ്റ്റേറ്റ്മെന്റ് ഇതേപോലെ പഠിക്കണം. ഓക്കെ. ഇനി ജെൽഡാൽ മെത്തേഡ്. ജെൽഡാൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിലുള്ള നൈട്രജന്റെ അളവിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ആദ്യം നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിനെ സൾഫ്യൂരിക് ആസിഡുമായിട്ട് ചേർത്ത് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അമോണിയം സൾഫേറ്റ് കിട്ടും. അതായത് ഇങ്ങനെയുള്ള ഒരു ഫ്ലാസ്ക് ഉണ്ട്, ജെൽഡാൽ ഫ്ലാസ്ക് എന്നാണ് ഇതിനെ പറയുന്നത്. ഈ ഫ്ലാസ്കിനകത്തോട്ട് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടും സൾഫ്യൂരിക് ആസിഡും മിക്സ് ചെയ്തിടും. അപ്പൊ അമോണിയം സൾഫേറ്റ് കിട്ടും. ഈ അമോണിയം സൾഫേറ്റിലോട്ട് 2 മോളിക്യൂൾ വാട്ടർ NaOH ആഡ് ചെയ്യുമ്പോൾ സോഡിയം സൾഫേറ്റ് ആവും. ഈ സോഡിയം സൾഫേറ്റ് അമോണിയം വാട്ടർ ആവും. ഈ അമോണിയം സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്യുമ്പോൾ അമോണിയം സൾഫേറ്റ് ആവും. ഈ റിയാക്ഷൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ നൈട്രജന്റെ അളവ് കണ്ടുപിടിക്കുന്നത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു നൈട്രജന്റെ ഒരു കോമ്പൗണ്ടിൽ നൈട്രജന്റെ അളവ് കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ട് ഇതേപോലത്തെ ഒരു ട്യൂബ് എടുക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് ജെൽഡാൽ ഫ്ലാസ്ക്. അതിനകത്ത് ഓർഗാനിക് കോമ്പൗണ്ടും കോൺസെൻട്രേറ്റ് H2SO4ഉം കോപ്പർ സൾഫേറ്റ് ചേർത്ത് ചൂടാക്കും. അപ്പൊ അവിടെ നിന്ന് ഒരു ഗ്യാസ് ഇങ്ങനെ പുറത്തു വരും. ആ ഗ്യാസ് എന്ന് പറയുന്നത് ഏത് ഗ്യാസാണ്? അമോണിയ ഗ്യാസ് ആണ് പുറത്തു വരുന്നത്. ഈ അമോണിയ ഗ്യാസിന് നമ്മളൊരു വേറൊരു കണ്ടെയ്നറിൽ എടുത്തിട്ട് അമോണിയ ആരുമായിട്ട് പ്രവർത്തിപ്പിക്കും, സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അമോണിയം സൾഫേറ്റ് ഉണ്ടാക്കും. ഈ അമോണിയം സൾഫേറ്റിന്റെ അളവിൽ നിന്ന് അമോണിയം സൾഫേറ്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ആ അമോണിയം സൾഫേറ്റിന്റെ അളവിൽ നിന്ന് നമുക്ക് നൈട്രജന്റെ അളവ് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാനായിട്ട് പറ്റും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡൂമാസ് മെത്തേഡും ജെൽഡാൽ മെത്തേഡും പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്നതാണ്. ഇനി ഇപ്പൊ ഇത് നൈട്രജൻ അടങ്ങിയ, ഞാൻ പറഞ്ഞല്ലോ, നൈട്രജൻ അടങ്ങിയ കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ഉണ്ടാക്കാൻ നൈട്രജൻ അടങ്ങിയ കോമ്പൗണ്ടുകളെല്ലാം നമുക്ക് ഈ മെത്തേഡ് വഴിയൊന്നും എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നൈട്രോ അസോ ഗ്രൂപ്പുകളൊക്കെ ഉള്ള കോമ്പൗണ്ടുകളുണ്ട്. അതായത് വലിയ വലിയ നൈട്രജൻ ഉള്ള റിങ്ങുകളുണ്ട്. ആ കോമ്പൗണ്ടുകൾക്കൊന്നും ഈ ടെസ്റ്റ് വഴി നമുക്ക് നൈട്രജന്റെ അളവ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് അനിലിൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിലുള്ള നൈട്രജന്റെ പെർസെന്റേജ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അനിലിൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ ഈ ടെസ്റ്റ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈ ടെസ്റ്റ് വഴി നമുക്കൊരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. അതിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഒന്നും പറ്റത്തില്ല. ഇനി അടുത്തത്
ഒരു കോമ്പൗണ്ടിൽ ഹാലജൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യും? ഹാലജൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇതുപോലത്തെ ഒരു ട്യൂബ് എടുക്കും. എന്നിട്ട് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കും, നൈട്രിക് ആസിഡ്, സിൽവർ നൈട്രേറ്റ് ഒഴിച്ച് ചൂടാക്കും. ചൂടാക്കുമ്പോൾ അവിടെ ഒരു വൈറ്റ് കളർ പ്രസിപ്പിറ്റേറ്റ്, യെല്ലോ കളർ പ്രസിപ്പിറ്റേറ്റ്, ഏതെങ്കിലും പ്രസിപ്പിറ്റേറ്റ് വരും. ആ പ്രസിപ്പിറ്റേറ്റിന്റെ അളവിൽ നിന്ന് നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ടിലെ ഹാലജന്റെ അളവ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി ഇതേ ട്യൂബ്, ഈ ട്യൂബിനെ വിളിക്കുന്ന പേരാണ് കാരിയസ് ട്യൂബ്. ഇതേ ട്യൂബിൽ ഓർഗാനിക് കോമ്പൗണ്ടും അതേപോലെ തന്നെ സോഡിയം പെറോക്സൈഡും ഫ്യൂമിംഗ് നൈട്രിക് ആസിഡും ചേർത്ത് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് സൾഫർ അതിലുണ്ടെങ്കിൽ സൾഫർ വൈറ്റ് കളർ പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും. ബേരിയം സൾഫേറ്റ് എന്ന് പറയുന്ന പ്രസിപ്പിറ്റേറ്റ് ഇവിടെ വരും. ആ പ്രസിപ്പിറ്റേറ്റിന്റെ അളവിൽ നിന്ന് നമുക്ക് നമ്മുടെ കോമ്പൗണ്ടിൽ എത്ര സൾഫർ ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും പറ്റും. ഫോസ്ഫറസ് ഉണ്ടെങ്കിൽ ഫ്യൂമിംഗ് നൈട്രിക് ആസിഡുമായിട്ട് ചേർത്ത് ചൂടാക്കുക. ചൂടാക്കുമ്പോൾ ഒരു റെഡ് എന്താണ് അമോണിയ ഫോസ്ഫോ മോളിബിഡേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവും. നേരത്തെ പറഞ്ഞു ഒരു കോമ്പൗണ്ടിൽ ഓക്സിജൻ, ഒരു കോമ്പൗണ്ടിൽ ഫോസ്ഫറസ് ഉണ്ടെങ്കിൽ അതിന്റെ അളവ് കണ്ടുപിടിക്കാനായിട്ട് ആ ഓർഗാനിക് കോമ്പൗണ്ടിനെ ഏതുമായിട്ട് ചേർത്ത് ചൂടാക്കുക? ഫ്യൂമിംഗ് നൈട്രിക് ആസിഡുമായിട്ട് ചേർത്ത് ചൂടാക്കുക. അപ്പോൾ ഒരു പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുകയാണ് എങ്കിൽ അതിൽ ഫോസ്ഫറസ് ഉണ്ട്. ആ പ്രസിപ്പിറ്റേറ്റിന്റെ അളവ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഫോസ്ഫറസിന്റെ അളവ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി ഓക്സിജന്റെ അളവ് കണ്ടുപിടിക്കാൻ സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല, അതുകൊണ്ട് നിങ്ങൾ നോക്കണ്ട. ഇതിൽ പ്രധാനമായിട്ട് നോക്കേണ്ടത് കാരിയസ് മെത്തേഡ്, ഡൂമാസ് മെത്തേഡ്, ജെൽഡാൽ മെത്തേഡ്. ഈ 3 മെത്തേഡും പഠിക്കാതെ പോകരുത്, നന്നായിട്ട് എഴുതി തന്നെ പഠിക്കുക. ജെൽഡാൽ മെത്തേഡ് ഒന്നുകൂടെ പറയാം. നമ്മുടെ നമ്മുടെ നൈട്രജന്റെ അളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു ജെൽഡാൽ ഫ്ലാസ്ക് ഉണ്ട്. ഈ ഫ്ലാസ്കിനുള്ളിലോട്ട് H2SO4 ഒഴിക്കുക. അപ്പൊ അമോണിയം സൾഫേറ്റ് ഉണ്ടാവും. അതിലോട്ട് NaOH ഒഴിക്കുക. അപ്പൊ എന്ത് കിട്ടും? സോഡിയം സൾഫേറ്റ് കിട്ടും. ഈ സോഡിയം സൾഫേറ്റ് ഇവിടെ നിന്ന് എടുത്ത് ഇതിനകത്തോട്ട് ഇടും. എന്നിട്ട് അതിൽ കുറച്ച് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ച് ചൂടാക്കും. ചൂടാക്കുമ്പോൾ ഇവിടെ നിന്ന് ഏത് ഗ്യാസ് പുറത്തേക്ക് വരാൻ തുടങ്ങും? ക്ലോറിൻ ഗ്യാസ് പുറത്തേക്ക് വരാൻ തുടങ്ങും. ക്വസ്റ്റ്യൻസ് ബൈ ഹാർട്ട് ചെയ്യുക, വേറെ വഴിയൊന്നുമില്ല. ഡൂമാസ് മെത്തേഡ് അതേപോലെ തന്നെ. ഡൂമാസ് മെത്തേഡ് ഉപയോഗിക്കുന്നത് എളുപ്പമാണ്. എന്താണ് ഒരു കോപ്പർ ഓക്സൈഡിന്റെ ഒരു വലിയ ലെയറിന്റെ നടുക്ക് നമ്മൾ എന്തുകൊണ്ട് വയ്ക്കും? നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് എടുത്ത് കൊണ്ടുവയ്ക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഓർഗാനിക് കോമ്പൗണ്ടിലെ നൈട്രജന്റെ അളവാണ്. നമ്മൾ ഇതിനെ ചൂടാക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് നൈട്രജൻ ഗ്യാസും കാർബൺ ഡയോക്സൈഡും എല്ലാം കൂടെ വെളിയിലോട്ട് വരും. കാർബൺ ഡയോക്സൈഡിനെ ഇവിടെ താഴെ കിടക്കുന്ന പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അബ്സോർബ് ചെയ്യും. അതിന് മുകളിലോട്ട് ഏത് ഗ്യാസ് കയറി നിൽക്കുകയും ചെയ്യും? നൈട്രജൻ ഗ്യാസ് കയറി നിൽക്കുകയും ചെയ്യും. നൈട്രജൻ എത്രത്തോളം സ്റ്റോർ ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് നൈട്രജന്റെ എത്ര പെർസെന്റേജ് നൈട്രജൻ നമ്മുടെ കോമ്പൗണ്ടിൽ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ഓക്കെ, അപ്പൊ ഇതാണ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്ന സെഷൻ. ഓർഗാനിക് കെമിസ്ട്രിയിലെ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്ന ടെസ്റ്റ് സെക്ഷൻ ഇതാണ്. ഇതിൽ നിന്നൊരു 1-2 മാർക്കിനൊക്കെ പരീക്ഷയ്ക്ക് ഉണ്ടാവത്തുള്ളൂ. പറ്റുമെങ്കിൽ ഇതെന്ത് ചെയ്യുക, പഠിക്കുക.